ഹലോ നമസ്കാരം. അപ്പം നമ്മൾ ഷെഫ് പിള്ളച്ചേട്ടൻ്റെ ഒരു അടിപൊളി മത്തി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള മത്തി ആയതുകൊണ്ട് തന്നെ 3 നടുകെ മുറിച്ചെടുത്തതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾ, മുളക്, ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ആ മത്തി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റുക. അത് ഒന്ന് അത്യാവശ്യം വഴഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു തക്കാളി ചെറുതായി മുറിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മത്തി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തി അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. മത്തി 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മാത്രം ഗ്രേവി എടുത്തത് കൊണ്ടാണ് ഒരു ചെറിയ സ്പൂണിൽ മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മത്തി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മത്തി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വാളംപുളി എടുത്ത് ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നല്ല സ്മെല്ലായിരിക്കും ഇത് തുറന്നു നോക്കുമ്പോൾ. ഇനി ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളോട് പിള്ളച്ചേട്ടൻ്റെതല്ലാത്ത എൻ്റേതായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. തേങ്ങാപ്പാലും വാളംപുളിയും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഇച്ചിരി നെയ്യ് കളഞ്ഞ മോരൊഴിച്ചാലും മതി. അപ്പം നമ്മുടെ മത്തി ഗ്രേവി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് മത്തി കിട്ടുമ്പോൾ ഇതുപോലൊരു ഗ്രേവി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ബൈ.